നല്ല ചടങ്ങിൻ്റെ അധ്യക്ഷൻ ചൂരക്കാട്ടുകര ഗ്രാമീണ വായനശാലയുടെ പ്രസിഡന്റ് ഗോപലക്ഷ്മി മാസ്റ്റർ, ഉദ്ഘാടകൻ പുറനാട്ടുകര ശ്രീരാമകൃഷ്ണാശ്രമം പ്രസിഡന്റ് സദ്ഭാവനാനന്ദ സ്വാമികൾ, സി മുരളീധരൻ അവറുകൾ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, നമ്മുടെ വാർഡിൻ്റെ മെമ്പർ ശങ്കരനാരായണൻ അവറുകൾ, ഗോവിന്ദകുട്ടി മാസ്റ്റർ, നല്ലവരായ നാട്ടുകാരെ, സഹോദരി സഹോദരന്മാർ, കഴിഞ്ഞ മാസം എൻ്റെ നാട്ടിൽ 98 വർഷമായി പ്രവർത്തിക്കുന്ന ചൂരക്കാട്ടുകര ഗ്രാമീണ വായനശാല എന്നെ ഉൾപ്പെടെ പ്രമുഖ വ്യക്തികളായ കുറച്ചുപേരെ വിളിച്ച് ഒരു ആദരവ് തന്നപ്പോൾ എൻ്റെ കയ്യിലുള്ള എന്നാൽ പ്രകൃതിക്ക് തികച്ചും ഗുണകരമായ കുറച്ച് പ്ലാവൻ തൈകൾ ഈ വാർഡിലെ മുഴുവൻ വീട്ടുകാർക്കും നൽകാമെന്ന് ഞാൻ ആ സമയത്ത് പറയുകയുണ്ടായി. 100% സത്യസന്ധമായി ആ വാക്ക് പാലിച്ച ഗ്രാമീണ വായനശാലയെ ഈ സമയത്ത് പ്രത്യേകം മനസ്സ് നിറഞ്ഞ് അഭിനന്ദിക്കുകയാണ്. ഗ്രാമീണ വായനശാലയുടെ ക്ഷണം സ്വീകരിച്ച് പല തിരക്കുകളുണ്ടായിട്ടും കാലാവസ്ഥയുടെ വളരെ ഗൗരവമായ പ്രതിസന്ധി അതിജീവിച്ച് ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ നാട്ടുകാരെയും പ്രത്യേകം അഭിനന്ദിക്കുക. ഇതിലെ നമുക്ക് ഈ വർഷം കേരളത്തിൽ പാലക്കാട് ജില്ലയിലാണ് സാധാരണ നമുക്കൊരു 40-42 ഡിഗ്രി ചൂട് അനുഭവപ്പെടുക എന്നുണ്ടെങ്കിൽ ഈ വർഷത്തിൽ കേരളത്തിൽ 14 ജില്ലകളിലും ഈ 40 ഡിഗ്രിയേക്കാൾ കൂടുതൽ ചൂട് ഉണ്ടായി. പ്രകൃതിയുടെ ഒരു കണക്കനുസരിച്ച് അല്ലെങ്കിൽ ചൂടിൻ്റെ കാലാവസ്ഥാ വ്യതിയാനത്തിൽ വരുന്ന മാറ്റമനുസരിച്ച് ചൂട് കൂടിയാൽ മഴയുടെ അളവ്, പെട്ടെന്നുണ്ടാകുന്ന മഴയുടെ അളവ് കൂടും. കഴിഞ്ഞ മെയ് 4-ാം തീയതി കേരളത്തിൽ 140 MLA-മാരും വിജയിച്ച് അവരുടെ റിസൾട്ട് വന്നപ്പോൾ അവർക്കും മറ്റ് ത്രിതല പഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികൾക്കും സർക്കാർ തലത്തിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥർക്കും പൊതുജനങ്ങൾക്കും വേണ്ടി ഞാനൊരു സന്ദേശം നൽകിയിരുന്നു. ആ സന്ദേശത്തിൽ ഈ വർഷം കാലാവസ്ഥ അത്രമാത്രം ചൂട് കൂടുതൽ അനുഭവപ്പെട്ടതുകൊണ്ട് ഈ വർഷം ഉരുൾപൊട്ടലിനുള്ള സാധ്യത വളരെ കൂടും. കാരണം മഴ പെയ്യുന്ന സമയത്ത് കഠിനമായ മഴ പെയ്യുമെന്ന് വളരെ കൃത്യമായി അന്ന് അത് പറഞ്ഞിരുന്നതാണ്. അതിനുള്ള ചെറിയൊരു പ്രതിവിധിയും അതിനെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ 44 നദികളിലെ മട്ട്, മണല്, ചളി, മരക്കാടുകൾ വന്ന് 35 മുതൽ 50% തൂർന്നു കിടക്കുന്ന അവസ്ഥയാണ്. ഡാമുകളും അതുപോലെ തന്നെയാണ്. മറ്റ് കുളങ്ങളും ജലാശയങ്ങളും ചെറുതോടുകളും എല്ലാം ഈ മട്ട്, മണല്, ചളി, പുഴകളിലെ മരക്കാടുകളൊക്കെ ഇനിയെങ്കിലും അത് എടുത്തു മാറ്റിയില്ലെങ്കിൽ പുഴകളുടെ കറക്റ്റ് അതിൻ്റെ ആഴവും അതിൻ്റെ വീതിയും ഈ തടസ്സങ്ങൾ മാറ്റി പുഴകളെ സുഗമമായി ഒഴുകാൻ അനുവദിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ കുളങ്ങളിലെ, ഡാമുകളിലെ, ചെറുതോടുകളിലെ മറ്റ് ജലാശയങ്ങളുടെ മുഴുവൻ ഈ മട്ടും മണലും ചളിയും എടുത്ത് മാറ്റിയില്ലെങ്കിൽ കേരളത്തിൽ ഇനിയും പ്രളയം ആവർത്തിക്കും. അത് വലിയ ഒരു കൂടുതൽ പെട്ടെന്നുണ്ടാകുന്ന മഴയെ, ആ മഴ വരുമ്പോൾ ആ വെള്ളത്തെ ഈ ജലാശയങ്ങളിൽ അല്ലെങ്കിൽ ജലം തങ്ങി നിൽക്കുന്ന സ്ഥലങ്ങളിൽ
അവിടെ അതിനുള്ള വ്യാപ്തി ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ അത് വലിയ അപകടത്തിലേക്കാണ് പോവുക. അതേപോലെ തന്നെ ഈ കാലാവസ്ഥ വ്യതിയാനത്തിൽ എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്, പശ്ചിമഘട്ട മലനിരകളിൽ ലക്ഷക്കണക്കിന് ഹെക്ടർ തേയിലത്തോട്ടങ്ങളുണ്ട്. നമ്മളൊന്നും കാണാത്ത ഒരു കാഴ്ചയാണ് ലക്ഷക്കണക്കിന് ഹെക്ടർ തേയിലത്തോട്ടങ്ങൾ. 1852 കാലഘട്ടത്തിൽ വിദേശികളായിട്ടുള്ള ഇവിടെ നിന്ന് ഭരണം നടത്തിയിരുന്ന ആളുകൾ ചൈനയിൽ നിന്ന് തേയില കൊണ്ടുവന്ന് ഇവിടെ ഈ പശ്ചിമഘട്ട മലനിരകളുടെ ഏരിയ മുഴുവൻ കീഴടക്കി അവിടെ ഈ തേയിലകൾ വെച്ച് പിടിപ്പിച്ചപ്പോൾ ആ തേയിലയ്ക്ക് വേണ്ടി, ആ തേയില വളരാൻ വേണ്ടി പശ്ചിമഘട്ട മലനിരകളിലെ മുഴുവൻ മരക്കാടുകൾ, വലിയ വൻമരങ്ങൾ മുഴുവൻ വെട്ടി മാറ്റപ്പെട്ടപ്പോൾ നമ്മുടെ കാലാവസ്ഥയ്ക്ക് വലിയ മാറ്റങ്ങൾ വന്നു. അത് 2ാം ഘട്ടം, 3ാം ഘട്ടം, 4ാം ഘട്ടമായി ഈ 30 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 20 കൊല്ലം മുമ്പ് വീണ്ടും വീണ്ടും ഉണ്ടായിരുന്ന ആ വലിയ മരങ്ങൾ മുഴുവൻ തന്നെ ഉന്മൂലനം ചെയ്തു പോയപ്പോഴാണ് ഇത്രമാത്രം കാലാവസ്ഥ വ്യതിയാനം കേരളത്തിൽ വന്നത്. അത് തിരിച്ചു പിടിക്കണമെങ്കിൽ കേരളത്തിൽ ഇങ്ങനെ ഈ കഴിഞ്ഞ 2 ദിവസമായി ഉണ്ടായ വേദനിക്കുന്ന ഉരുൾപൊട്ടലുകളും കാലാവസ്ഥ വ്യതിയാനത്തെ കുറിച്ചുള്ള ഡയറക്റ്റ് ഇമ്പാക്റ്റ് അനുഭവപ്പെടുന്ന ചില മേഖലകളിൽ അതൊക്കെ തിരിച്ചു പിടിക്കണമെങ്കിൽ ഈ തേയിലത്തോട്ടങ്ങളിൽ നിന്ന് മുറിച്ചു പോയ ആ വൻമരങ്ങൾക്ക് പകരമായി ആ തേയിലത്തോട്ടങ്ങളിൽ, മുഴുവൻ തേയില ഉപേക്ഷിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല, ഒരു 20% മരങ്ങൾ തിരിച്ചു വെച്ച് പിടിപ്പിച്ചാൽ ഒരു പരിധിവരെ നമ്മുടെ പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് വരുന്ന ആ കാറ്റിന്റെ ഡയറക്ഷൻ മാറിയാൽ, ആ കാറ്റിനെ തടയാൻ, കാർമേഘങ്ങളെ തടയാൻ, ആ കാലാവസ്ഥയെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു സന്ദേശമാണ് ഈ സമയത്ത് പറയുന്നത്. വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇനി നമ്മുടെ ഗ്രാമത്തിലേക്ക് വന്നാൽ അത് അവിടേക്ക് വരാം. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ പ്രധാന വിഷയമായ അല്ലെങ്കിൽ ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ കാര്യപ്രാപ്തിയായ അല്ലെങ്കിൽ കാര്യത്തിലേക്ക് വരാം. പ്ലാവാണ് ഇന്നത്തെ ഒരു വിഷയം. ഒരു പ്ലാവ്, എന്താണ് ഒരു പ്ലാവ് എന്ന് ഒരു പക്ഷേ മനസ്സിലെങ്കിലും ചോദിക്കുന്ന പലവിധത്തിൽ ഉണ്ടാവാം. ആ പ്ലാവിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. ഒരു പ്ലാവ് എന്ന് പറഞ്ഞാൽ, പ്ലാവ് ലോകത്ത് കണ്ടെത്തിയ സ്ഥലം എന്ന് പറയുന്നത് പശ്ചിമഘട്ട മലനിരകളാണ്. വെസ്റ്റേൺ ഘാട്ടിലാണ് പ്ലാവിനെ കണ്ടെത്തിയിരിക്കുന്നത്. 6000 വർഷം മുമ്പ് കണ്ടെത്തിയ പ്ലാവിനെ അന്ന് മുതൽ വിളിച്ചിരുന്ന പേരാണ് ചക്ക മരം എന്ന്. ചക്കയെ വിളിച്ചിരുന്ന പേര് ചക്കപ്പഴം എന്ന്. 1498 പോർച്ചുഗീസുകാർ ഇന്ത്യയിലെത്തിയപ്പോൾ അവർക്ക് നമ്മുടെ പ്രാദേശികർ അവരുടെ കയ്യിലുള്ള ചക്ക, ആ ചക്കയെ പല രൂപത്തിലാക്കി, പഴുത്ത ചക്കയുമായും അല്ലെങ്കിൽ വറുത്ത ചക്ക വറുത്തു കൊടുക്കുക, ചക്കയുടെ ഇടിയഞ്ചക്ക തോരൻ വെച്ച് കൊടുക്കുക, ചക്ക പുഴുക്കുണ്ടാക്കി കൊടുക്കുക, ചക്കയുടെ മറ്റ് വിഭവങ്ങളാക്കി ചക്ക വരട്ടി ആയിട്ട്, ചക്ക വരട്ടി എന്ന് പറയുന്ന പ്രധാന വിഭവമായിട്ടൊക്കെ പല വിഭവങ്ങളും കൊടുത്തപ്പോൾ പോർച്ചുഗീസുകാർക്ക് അത് വലിയ ഇഷ്ടമായി. പോർച്ചുഗീസുകാർ ചോദിച്ചു, ഇനിയും ചക്ക വേണം എന്ന് ചോദിച്ചപ്പോൾ അവരുടെ നാവിൻ്റെ ഒരു വഴക്കക്കുറവ്, ചക്ക എന്ന് പറയാനുള്ള വഴക്കക്കുറവ് കൊണ്ടാണ് അവർ ജക്ക എന്നും ജാക്ക എന്നും വിളിച്ചത്. അത് വേണമെന്ന് പറഞ്ഞപ്പോൾ, ജക്ക വേണം, ജാക്ക വേണം എന്ന് പറഞ്ഞപ്പോൾ ആ വിളിപ്പേരാണ് പിൽക്കാലത്ത് ജാക്ക് ഫ്രൂട്ട് എന്നുള്ള പേര് വിളിപ്പേരായി വന്നത്. 1523 ജാക്ക് ഫ്രൂട്ട് എന്നുള്ള ഒഫീഷ്യൽ നാമധേയം എഴുതപ്പെട്ടത്. 1678 കൊച്ചിയിലെ ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് വാൻഡ്രീഡാണ് ഹോർത്തുസ് മലബാറിക്കസ് എന്ന് പറയുന്ന 742 സ്പീഷീസിനെ കുറിച്ച് എഴുതപ്പെട്ട ആധികാരിക ഗ്രന്ഥം രചിക്കാൻ തുടക്കമിട്ടത്. അദ്ദേഹത്തെ ആ ഗ്രന്ഥം രചിക്കാൻ സഹായിച്ചതിൽ ആലപ്പുഴയിലെ കൊട്ടാരം വൈദ്യനായ ഇട്ടി അച്യുതൻ വൈദ്യരും കൊച്ചിയിലെ കൊങ്ങിണി മതശ്രേഷ്ഠരും മലബാറിലെ ചെറു വൈദ്യന്മാരും കൂടി ചേർന്നാണ് ഹോർത്തുസ് മലബാറിക്കസ് എന്ന് പറയുന്ന ആധികാരിക ഗ്രന്ഥം രചിച്ചത്. അതിൻ്റെ മലയാള പരിഭാഷയിൽ SS മണിലാൽ എന്ന് പറയുന്ന ആളാണ് മലയാള പരിഭാഷ നടത്തിയത്. ആ മലയാള പരിഭാഷയിൽ
മലയാള ലിപികളിൽ എഴുതിയ ആദ്യ ഗ്രന്ഥവും ഹോർത്തസ് മലബാറിക്കസ് ആണ്. ലാറ്റിൻ ഭാഷയിലുള്ള ആദ്യകാല ഹോർത്തസ് മലബാറിക്കസ് ഗ്രന്ഥത്തിൽ 12 വോളിയത്തിലുള്ള ആ മൂന്നാമത്തെ വോളിയത്തിൽ 17 മുതൽ 21 വരെ പേജുകളിലും, നേരത്തെ ഞാൻ പറഞ്ഞ മലയാള പരിഭാഷയിലെ മൂന്നാമത്തെ വോളിയത്തിൽ തന്നെ 35 മുതൽ 39 വരെ പേജുകളിലാണ് ഒരു ചക്കക്കുരു കുഴിച്ചിട്ടാൽ അത് കായ്ക്കാനെടുക്കുന്ന സമയം 6 മുതൽ 12 വർഷം വരെ സമയമെടുക്കുമെന്നും, ഒരു പ്ലാവിനെ ശരാശരി ആയുസ് 70 വർഷമാണ് കൂടുതൽ ചക്കയുണ്ടാവുക. അത് കഴിഞ്ഞാലും പ്ലാവ് ഉണ്ടാവും. അത് തോലൊക്കെ മുരടിച്ച് നമ്മുടെ പ്രായം ചെന്ന ആളുകളെ പോലെ തന്നെ പ്ലാവിനും അതിൻ്റെ രൂപമാറ്റം വരും. തീരദേശ മേഖലകളിൽ എന്ന് വെച്ചാൽ ഈ കടലോരങ്ങളിൽ അവിടെ ഉള്ള പ്ലാവുകൾ വണ്ണം കുറഞ്ഞ് ഉയരം കൂടി കായ്ഫലം കുറയുമെന്നും, നമ്മുടെയൊക്കെ ചുമന്ന മണ്ണുള്ള ലാറ്ററൈറ്റ് സപ്പോർട്ടുള്ള സ്ഥലങ്ങളിൽ വെച്ച പ്ലാവുകൾ വണ്ണം കൂടി ഉയരം കുറഞ്ഞ് കായ്ഫലം കൂടുമെന്നും ആ ഗ്രന്ഥത്തിൽ കൃത്യമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. അന്നത്തെ ഏറ്റവും വലിയ, ഇന്ന് കോവിഡിനേക്കാൾ മാരകമായിട്ടുള്ള അസുഖമായിരുന്നു അതിസാരം. ആ അതിസാരത്തിനുള്ള മരുന്നായി ഉപയോഗിച്ചിരുന്നത് ചക്കയും പ്ലാവുമായി ബന്ധപ്പെട്ട മരുന്നായിരുന്നു. അന്ന് കാലത്ത് ടോൺസിലൈറ്റിസ്, ഈ ടോൺസിലൈറ്റിസുള്ള മരുന്നും ചക്കയും പ്ലാവുമായിട്ട് ബന്ധപ്പെട്ട ഔഷധം ആയിട്ട് ഉപയോഗിച്ചിരുന്നു. അന്ന് കാലത്ത് കുറേ അധികം ആളുകൾ സദ്യകൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ സദ്യക്ക് വരുമ്പോൾ, സദ്യ കഴിഞ്ഞാൽ ഇന്നത്തെ പോലെ അന്നും മുറുക്കുമായിരുന്നു. വെറ്റിലയുടെ കൂടെ ഇന്ന് അടക്കയാണ് ഉപയോഗിച്ച് മുറുക്കിയിരുന്നതെങ്കിൽ അന്ന് കാലത്ത് വെറ്റിലയുടെ കൂടെ മുറുക്കിയിരുന്നത് ചക്കക്കുരുവിൻ്റെ പോളം പൊളിച്ചു കളഞ്ഞ് ആ ബ്രൗൺ നിറമുള്ള തൊണ്ട് ചിരണ്ടിയെടുത്ത് വെറ്റിലയിൽ ഇട്ട് അതായി മുറുക്കുമായിരുന്നു എന്നാണ് ഹോർത്തസ് മലബാറിക്കസിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു വാക്കുകൾ. അങ്ങനെ ഒരുപാട് ഔഷധ ഗുണങ്ങളെ കുറിച്ച്, അതിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് ഹോർത്തസ് മലബാറിക്കസിൽ പ്രതിപാദിക്കുമ്പോൾ തന്നെ പ്ലാവിൻ്റെ വേര് വെട്ടിയാൽ മണമില്ലാത്ത ഒരു ദ്രാവകം വരുമെന്ന് വരെ അതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അന്ന് കാലത്തെ ആളുകളുടെ പ്രധാന ഭക്ഷണം, വിശപ്പിന്റെ ഭക്ഷണമായിരുന്നു ചക്ക. പിന്നെ പിൽക്കാലത്ത് ചക്കയോടുള്ള ഇഷ്ടക്കുറവ് അല്ലെങ്കിൽ പ്ലാവിന്റെ ഉയരം കൂടുതൽ, ആ പ്ലാവിന്റെ മുകളിൽ നിന്ന് ചക്ക വീണ് അത് പഴുത്ത് ഇടാൻ പറ്റാതെ താഴെ വീണ് അത് ചീഞ്ഞു പോകുന്ന അവസ്ഥ കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്ന് 2 തരം ചക്കയാണ് പ്രധാനമായിട്ട് കണ്ടെത്തി പറഞ്ഞിരുന്നത്. ഒന്ന് വരിക്കച്ചക്കയും ഒന്ന് പഴച്ചക്കയും. തെക്കൻ മേഖലയിലൊക്കെ കൂഴച്ചക്ക എന്നും പറയും ഈ പഴച്ചക്കയും. ആ 2 തരം ചക്കയിലെ 30 തരം, ഈ വരിക്കച്ചക്കയും പഴച്ചക്കയുമായി 30 തരം പ്ലാവിനങ്ങൾ അന്ന് തന്നെ കണ്ടെത്തിയതായി ഹോർത്തസ് മലബാറിക്കസ് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് എൻ്റെ കൈവശം തന്നെ 115 ഇനം പ്ലാവിനങ്ങളുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനം എന്ന് പറയുന്നത് ഈ വർഷക്കാലത്ത് സാധാരണ ചക്കയ്ക്ക്, പഴുത്ത ചക്ക, അത് മഴ പെയ്തു കഴിഞ്ഞാൽ പഴുത്ത ചക്ക കഴിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അതിൻ്റെ രുചി കുറയും, വെള്ളം കയറും എന്നുള്ള പല പ്രശ്നങ്ങളുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഒരു വലിയ ഒരു പ്ലാവ്, വലിയ പ്ലാവ് എന്ന് വെച്ചാൽ 3 വർഷമായി കാഴ്ച തുടങ്ങിയിട്ട് ഒരു ഭാവി മുളപ്പിച്ചതിൽ നിന്ന് കിട്ടിയതാണ്. ആ പ്ലാവ്, ആ ചക്ക, പഴുത്ത ചക്ക കഴിഞ്ഞ കൊല്ലം ജൂലൈ മാസം 28-ാം തീയതി നമ്മുടെ പുറകിലിരിക്കുന്ന, നിങ്ങളുടെ മുന്നിലിരിക്കുന്ന സദ്ഭാവനാനന്ദ സ്വാമിയും പുറനാട്ടുപുര സ്കൂളിലെ രാജേഷ് മാഷും കൂടി വന്ന് എൻ്റെ കൃഷിസ്ഥലത്ത് വന്ന് കൃഷിസ്ഥലം മുഴുവൻ കണ്ടതിന് ശേഷം ആ പ്ലാവിലുള്ള ചക്ക, പഴുത്ത ചക്ക പ്ലാവിൽ നിന്ന് പറിച്ചെടുത്ത്, അല്ലെങ്കിൽ പ്ലാവിൽ നിന്ന് ഇടുക എന്നൊക്കെ പറയാം, അങ്ങനെ മുറിച്ച് താഴെ വീഴാതെ എടുത്ത് സ്വാമി തന്നെ അത് മുറിച്ച് സ്വാമി തന്നെ കഴിച്ച് അതിൻ്റെ റിസൾട്ട് പറയാൻ സാധിച്ചു എന്ന ഒരു സന്തോഷത്തിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അതൊരു ചെറിയ സന്തോഷമല്ല. കാരണം സ്വാമിയെ പോലുള്ള ഇത്രയും പ്രഗത്ഭനായ വ്യക്തി എൻ്റെ കൃഷിസ്ഥലത്ത് വന്ന് ആ കൃഷിസ്ഥലത്തെക്കുറിച്ച് പഠിച്ച് ആ കൃഷിസ്ഥലത്തുണ്ടായ വർഷക്കാലത്ത് ജൂലൈ മാസം 28-ാം തീയതി നല്ല പെരുമഴ പെയ്യുന്ന സമയത്ത് പഴുത്ത ചക്ക പ്ലാവിൽ നിന്ന് മുറിച്ച് അത് കഴിച്ച്
അതിൻ്റെ മധുരം നുകർന്നു. ഒരു മധുരവും കുറയാത്ത, ഒരു തരി വെള്ളം ഇറങ്ങാത്ത ഒരു ഇനം ആയി അത് കിട്ടി എന്നുള്ളതിൽ വലിയൊരു സന്തോഷമുണ്ട്. അടുത്ത വർഷം മുതൽ അതിൻ്റെയും തൈകൾ അവിടെ ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കും. അതിന് നിങ്ങൾക്കൊക്കെ ഭാഗ്യയോഗിക്കുന്നുണ്ടെങ്കിൽ അത് കിട്ടും. എന്തായാലും വളരെ സന്തോഷം ഈ സമയത്ത് സൂചിപ്പിക്കുന്നു. ഇനി ഈ പ്ലാവിൻ്റെ ചക്ക എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ശരീരത്തിലെ ക്യാൻസർ ഉണ്ടാക്കുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത് ഗ്ലൂട്ടൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റാണ്. 60,000 പേരെയാണ് കേരളത്തിൽ ഒരു വർഷം ക്യാൻസർ പിടികൂടുന്നത്. ഒരു വർഷത്തിൽ ഈ രേഖകളിൽ പെടാത്ത ക്യാൻസർ പിടികൂടുന്ന ആളുകളുടെ എണ്ണം വേറെയാണ്. മനുഷ്യന്റെ ശരീരത്തിൽ ക്യാൻസർ ഉണ്ടാക്കുന്ന പ്രധാന ഒരു കണ്ടന്റ് ഗ്ലൂട്ടൻ ആണെങ്കിൽ, ഗ്ലൂട്ടൻ ഇല്ലാത്ത ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രൂട്ട് അല്ലെങ്കിൽ പഴം എന്ന് പറയുന്നത് ചക്കയാണ്. ചക്ക എന്ന് പറഞ്ഞാൽ അത് ഫ്രൂട്ടല്ല, അത് ഫ്ലവറാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം ശാസ്ത്രജ്ഞരുണ്ട്. ചക്കയുടെ ചുളകൾ അത് ഫ്ലവറിന്റെ ഇതളുകളാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം ശാസ്ത്രജ്ഞരുണ്ട്. ആ തർക്കത്തിലേക്ക് നിലവിൽ ഞാൻ പോകുന്നില്ല. ചക്ക ഫ്രൂട്ടാണോ ചക്ക ഫ്ലവറാണോ എന്നുള്ള തർക്കം ഇപ്പൊ ലോകം മുഴുവൻ ചർച്ച ചെയ്യാം. 2018 മാർച്ച് 21 ചക്കയെ കേരള ഗവൺമെന്റ് സംസ്ഥാന ഫലമായി പ്രഖ്യാപിച്ചത്. ആ വർഷം തന്നെ ഓസ്ട്രേലിയയിലെ സിഡ്നി സർവകലാശാല ഒരു ചക്കയിൽ 25 മെഡിസിൻ കണ്ടന്റ് ഉണ്ട് എന്ന് അതിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് പുറത്തുവിട്ടു. ലോകമാധ്യമങ്ങൾ അത് മുഴുവൻ ഏറ്റുപിടിക്കുകയും ആ ലോകമാധ്യമങ്ങൾ ഏറ്റുപിടിച്ചതിൻ്റെ പിന്നാലെ ലോകം മുഴുവൻ ചക്കയുടെ പിന്നാലെ വരികയും ചക്കയ്ക്ക് 2018 ശേഷമാണ് ഇത്രമാത്രം ഒരു മൂല്യവും ഒരു ചക്കയ്ക്ക് വിലയും ഒരു പ്രാധാന്യവും വന്നത്. ലോകത്തെ മുഴുവൻ ഹോട്ടലുകളിലും പ്രധാന ഹോട്ടലിലെ പ്രധാന ഭക്ഷ്യവിഭവമായി ചക്ക മാറി എന്നുള്ളത് വളരെ സന്തോഷമാണ്. ചക്കയെ പലരും വിദേശിയാണെന്ന് മുദ്രകുത്താൻ നമ്മുടെ ആളുകൾക്ക് വലിയ സന്തോഷമുണ്ട്. നമ്മളൊക്കെ ഭാരതത്തിൽ ജനിച്ച് അല്ലെങ്കിൽ ഈ ഭാരതത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മളും അതിന് പിന്നാലെ പോവുക. ചക്കയുടെ ജന്മദേശം വെസ്റ്റേൺ ഘാട്ടാണ്, പശ്ചിമഘട്ട മലനിരയാണ്. ഭാരതപുത്രനാണ് പ്ലാവും ചക്കയും. ഇവിടെ നിന്ന് പല രാജ്യക്കാരും ഇവിടുന്ന് ചക്കക്കുരുവായിട്ട് കൊണ്ടുപോയും അതിൻ്റെ തൈകളായിട്ട് കൊണ്ടുപോയി പല രാജ്യത്തും കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ചക്കയെ നമ്മുടെയാണ് എന്ന് പറയാൻ ഉള്ള ഒരു ആർജവം നമ്മൾ കാണിക്കണമെന്നാണ് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. ചക്ക വിദേശിയല്ല, ചക്ക സ്വദേശിയാണ്. അല്ലെങ്കിൽ പ്ലാവ് വിദേശിയല്ല, പ്ലാവ് സ്വദേശിയാണ്. പഴം എത്രയോ ആയിരക്കണക്കിന് വർഷം മുമ്പ് തന്നെ പ്ലാവിൻ്റെ തടി കൊണ്ടുണ്ടാക്കിയ വിഗ്രഹങ്ങളാണ് നമ്മുടെ ക്ഷേത്രങ്ങളിലെ കർമ്മത്തിനും മറ്റു കാര്യങ്ങൾക്കും ആ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ആ പൂജ നടത്തിയിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ. ഇപ്പോഴാണ് കുറച്ച് മെറ്റലിലേക്ക് വന്നത്. പഴമക്കാരുടെയും പുതിയ തലമുറയുടെയും ഒക്കെ വീടുകൾ ഇപ്പോൾ മെറ്റലായി അല്ലെങ്കിൽ തേക്കായി മറ്റു മരങ്ങളൊക്കെ ആണെങ്കിലും നടകട്ടളയെങ്കിലും ഏതൊരു വീടിൻ്റെയും പ്ലാവാണ് വയ്ക്കുക. പ്ലാവിൻ്റെ തടി കൊണ്ടുണ്ടാക്കിയ കട്ടളയാണ്, വാതിലാണ് നമ്മുടെ ആചാരപ്രകാരം വെക്കേണ്ടതും അത് വെക്കേണ്ടതും ആണ് എന്ന് എല്ലാ ആളുകളും പഴമക്കാരും കൃത്യമായിട്ട് അറിയാം. അതിൽ നിന്നൊക്കെ മാറ്റം പല സ്ഥലത്തും വന്നു. അപ്പോൾ മറ്റു മരങ്ങൾ കിട്ടാണ്ടല്ല വിഗ്രഹങ്ങൾ പ്ലാവ് കൊണ്ടുണ്ടാക്കിയത് എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. അത്രമാത്രം ചൈതന്യമുണ്ട് പ്ലാവിലേക്ക്. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇന്നലെ 48 മണിക്കൂറായി കണ്ടിന്യൂസ് പെയ്തിരുന്ന മഴ. നമ്മളെല്ലാവരും ആ മഴ ഇന്നലെ രാത്രി വരെ ഇന്നത്തെ ഈ ചടങ്ങിനെ നമുക്ക് വരാൻ പറ്റുമോ, ഇന്ന് മഴ നമ്മളെ ചതിക്കുമോ എന്നൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ തിരിച്ച് ഇത്രയും പരിപാവനമായ ഈ പ്ലാവ് അത് ഇവിടെ നമ്മുടെ വായനശാല നൽകുമ്പോൾ ഇന്ന് അന്തരീക്ഷം വരെ പ്രകൃതി വരെ നമ്മളോട് സപ്പോർട്ട് കാണിച്ചു, നമ്മുടെ കൂടെ നിന്നു എന്നുള്ള ഒരു ചരിത്ര സത്യമാണ് നിങ്ങളോടൊപ്പം പറയുന്നത്. ഒരു പക്ഷേ നിങ്ങൾ മാധ്യമങ്ങളിലെ സോഷ്യൽ മീഡിയയിൽ ഇപ്പം പരതി നോക്കിയാൽ ഈ പ്രദേശം ഒഴികെയുള്ള സ്ഥലങ്ങളിൽ മുഴുവൻ ഇപ്പോഴും മഴ പെയ്യുണ്ടാവും. അപ്പം നമ്മളെ
കൃത്യമായിട്ട് ആ പ്രകൃതി പോലും നമ്മളെ ഫേവറായി അല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ടായി എന്നുള്ളത് അത് പ്രകൃതിക്ക് തിരിച്ചു കൊടുക്കേണ്ടതായ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുപോകുന്ന ഒരു പ്ലാവ് നമ്മൾ വീട്ടിൽ വെക്കും. വീട്ടിൽ വെക്കാൻ ലീഫിലേക്കൊക്കെ തരും. ആ ലീഫിലേക്ക് പ്രകാരം സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് ആ പ്ലാവ് നട്ടുപിടിപ്പിക്കുക. അത് വെക്കുമ്പോൾ അത് നല്ല സൂര്യപ്രകാശത്തിൽ അത് വളർന്ന് വലുതായി അതിന് ചക്കിക്കുണ്ടായി പൂർണ്ണ വളർച്ച എത്തിയാൽ 13.16 ടൺ ഓക്സിജനാണ് ഒരു പൂർണ്ണ വളർച്ചയെത്തിയ പ്ലാവ് പുറത്തേക്ക് തരിക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാര്യം ടെസ്റ്റ് ചെയ്യാം. വീട്ടിലുള്ള പ്ലാവും മാവും അല്ലെങ്കിൽ മറ്റു മരങ്ങളുണ്ടെങ്കിൽ മറ്റു മരങ്ങളുടെ ചുവട്ടിൽ പോയി നിൽക്കുക. പ്ലാവിന്റെ ചുവട്ടിൽ നല്ല വേനൽക്കാലത്ത് പോയി നിന്നാൽ പ്ലാവിൽ നിന്ന് കിട്ടുന്ന ആ തണുപ്പും ആ നമുക്കുള്ള ഒരു ആശ്വാസവും നല്ല ഫ്രഷ് ഓക്സിജനും മറ്റു മരങ്ങളിൽ നിന്ന് കിട്ടല് വളരെ കുറവാണ്. അത് വിചാരിച്ചിട്ട് മറ്റു മരങ്ങൾ വെക്കണ്ട, മറ്റ് പല വർഷങ്ങൾ വെക്കണ്ട എന്നൊന്നല്ല പറയുന്നത്. പ്ലാവിന് അത്രമാത്രം പ്രത്യേകതയുണ്ട്. 13.16 ടൺ ഓക്സിജൻ തരുന്ന ഒരു പ്ലാവ് ഒരു വർഷം തരുമ്പോൾ ഒരു ദിവസം ഒരു മനുഷ്യനെ ശ്വസിക്കാൻ വേണ്ടതായിട്ടുള്ള ഓക്സിജന്റെ അളവ് 550 ലിറ്ററാണ്. 550 ലിറ്റർ ഓക്സിജൻ ഒരു ദിവസം നമ്മൾ ശ്വസിക്കും. ഓക്സിജന്റെ വില നമ്മൾ അറിഞ്ഞത് കോവിഡ് വന്നപ്പോൾ പൾസ് ഓക്സിമീറ്റർ എന്ന് പറയുന്ന കൈവിരലിൽ പിടിപ്പിക്കുന്ന ചെറിയൊരു മെഷീൻ വെച്ച് നോക്കിയ പലരും ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ടാവും. പൾസ് ഓക്സിമീറ്റർ ഒരു സമയത്ത് പരിചയപ്പെട്ട ആരെങ്കിലും ഉണ്ട് അതിലെ? പൾസ് ഓക്സിമീറ്റർ എന്ന് പറയുന്ന കൈവിരലിൽ നമ്മുടെ ശരീരത്തിൽ എത്ര ഓക്സിജൻ ഉണ്ട് എന്ന് അറിയാൻ വെച്ച ആരെങ്കിലും? അപ്പൊ ഇതിലെ പൾസ് ഓക്സിമീറ്റർ എന്ന് പറയുന്ന ഓക്സിജന്റെ അളവ് അറിയുന്ന മെഷീൻ നമ്മൾ ഉപയോഗിച്ചിരുന്നു. അത് പലരും അത് ഉപയോഗിച്ച ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്. അവര് ഒരിക്കൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല നമുക്ക് ഇത്രമാത്രം പച്ചപ്പുള്ള കേരളത്തിൽ ശ്വസിക്കാനായി ഓക്സിജന്റെ അഭാവം വരുമെന്ന്. ഈ 550 ലിറ്റർ ഓക്സിജൻ ഒരു ദിവസം ശ്വസിക്കുമ്പോൾ പ്രപഞ്ചത്തിന് കടക്കാരനാവുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ഓക്സിജൻ വിലയ്ക്ക് വാങ്ങാൻ കിട്ടും. ഇന്ന് ഓക്സിജൻ വിലയ്ക്ക് വാങ്ങാൻ കിട്ടുന്ന 1 ലിറ്റർ ഓക്സിജന്റെ ഇന്നത്തെ വില എന്ന് പറയുന്നത് 108 രൂപ 33 പൈസയാണ്. 6 ലിറ്ററിന്റെ അലുമിനിയം ഫോയിലിൽ വരുന്ന ഓക്സിജന്റെ ഇന്നത്തെ മാർക്കറ്റ് വില 650 രൂപയാണ്. 6 ലിറ്റർ ഓക്സിജൻ ആ അലുമിനിയം ഫോയിലിൽ വന്ന് 1 ലിറ്റർ ഓക്സിജൻ 108 രൂപ 33 പൈസ വെച്ച് വാങ്ങിക്കുമ്പോൾ അത് 550 ലിറ്ററിലേക്ക് നമ്മൾ ഗുണനം ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 59,581 രൂപ 50 പൈസയുടെ ഓക്സിജനാണ് ഒരു മനുഷ്യൻ, ഞാൻ ഉൾപ്പെടെ നമ്മൾ എല്ലാവരും ഒരു ദിവസം പ്രപഞ്ചത്തെ ശ്വസിച്ച് പ്രപഞ്ചത്തിന് കടക്കാരനാവുന്നത്. ഒരു അമേരിക്കയിലെ ശരാശരി കുറച്ചു കാലം മുന്നേ വരെ അമേരിക്കയിലെ ഒരു മനുഷ്യന്റെ ശരാശരി മനുഷ്യായുസ് 74 വയസ്സായിരുന്നു എങ്കിൽ ഒരു മലയാളിയുടെ ശരാശരി മനുഷ്യായുസ് കുറച്ചു കാലം മുമ്പത്തെ റിപ്പോർട്ടാണ് 74 വയസ്സും 5 മാസവുമായിരുന്നു. 60 വയസ്സ് കഴിഞ്ഞാൽ ഒരു മലയാളി 10ലേറെ അസുഖങ്ങൾക്ക് ഉടമയാകും. അപ്പോ അത്രമാത്രം അസുഖങ്ങൾ വരികയും അതിന്റെ പിന്നാലെ പോകുന്ന കാലഘട്ടത്തിൽ കുറച്ചൊക്കെ അസുഖമില്ലാത്ത അടുത്ത തലമുറയിലും കുറച്ചൊക്കെ അസുഖമില്ലാത്ത അവസ്ഥയിലേക്ക് വരാനാണ് ഇങ്ങനെയുള്ള ചടങ്ങുകളും ഇങ്ങനെ നമ്മളെ മുഖാമുഖം വന്നിരിക്കാനൊക്കെ കാരണമായത്. 2014 ചൈനയിലെ ബെയ്ജിംഗ് ഷാങ്ഹായ് എന്ന് പറയുന്ന 2 പട്ടണങ്ങൾ, അവിടെ ശുദ്ധവായുവിന്റെ അഭാവം മൂലം അവിടെ കുട്ടികൾ സ്കൂളിൽ പോയാൽ വായു കിട്ടാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുക, അല്ലെങ്കിൽ ജോലി സ്ഥലത്തിൽ പോയ ആളുകൾക്ക് വായു കിട്ടാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഓക്സിജൻ നിർമ്മാണ കമ്പനിയാണ് കനഡയിലെ വൈറ്റാലിറ്റി എയർ. ഈ കനഡയിലെ വൈറ്റാലിറ്റി എയറിനെ ചൈനീസ് ഗവൺമെന്റ് കാണുകയും ഈ വൈറ്റാലിറ്റി എയർ എന്ന് പറയുന്ന കനേഡിയൻ കമ്പനിയെ കൊണ്ട് കനഡയിലെ തന്നെ റോക്കി പർവ്വതനിരകളിലാണ് അവർ ഏറ്റവും നല്ല ശുദ്ധവായു ഓക്സിജൻ ശേഖരിക്കുക. അവിടുന്ന് ഈ റോക്കി പർവ്വതനിരകളിൽ നിന്ന് ശേഖരിച്ച ശുദ്ധവായു ചെറിയ ഒരു സിലിണ്ടർ ഈ അലുമിനിയം ഫോയിലാണ് ഓക്സിജൻ ശേഖരിക്കുക. അലുമിനിയം ഫോയിലിൽ ശേഖരിച്ചു കൊണ്ടിരുന്ന ചെറിയൊരു സിലിണ്ടർ വായുവിന് $10 കുറച്ചുകൂടി വലിയ ഡോളർ അലുമിനിയം ഫോയിലിൽ ഉള്ള ആ കുപ്പി
വായുവിന് 10 ഇരട്ടി $20 ആയിട്ടാണ് ചൈനയിലെ കണ്ടെയ്നർ കണക്കിന് വായു നിറച്ച കാർട്ടൺ കണക്കിന് വായു നിറച്ച അലുമിനിയം ഫോയിലുകൾ വിറ്റഴിച്ചിരുന്നത്. അവിടുത്തെ അമ്മമാരാണ് സ്കൂൾ ബാഗ് കുട്ടികളെ സ്കൂളിലേക്ക് വിടുമ്പോൾ സ്കൂൾ ബാഗിൽ വാട്ടർ ബോട്ടിൽ വെക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അലുമിനിയം ഫോയിലിൽ വായു നിറച്ച അല്ലെങ്കിൽ ആ സിലിണ്ടറിൽ വായു നിറച്ച ഓക്സിജൻ മാസ്ക് അടക്കം വിത്ത് ചെയ്യുന്ന സംവിധാനമടക്കം സഫോക്കേഷനുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ശുദ്ധമായി കിട്ടാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക്, ശ്വസിക്കാൻ പ്രയാസമുള്ള കുട്ടികൾക്ക് സ്കൂൾ ബാഗിൽ ഈ ഒരു അറേഞ്ച്മെന്റോട് കൂടി വായു നിറച്ച സിലിണ്ടർ അടക്കം ഈ ചൈനയിലെ ബൈജിംഗ് ഷാങ്ഹായ് എന്ന് പറയുന്ന 2 പട്ടണങ്ങളിലെ സ്കൂളിലെ കുട്ടികൾക്ക് വിട്ടുകൊടുത്തിരുന്നു. അത് കൊടുത്തില്ലെങ്കിൽ അവർ ആശുപത്രിയിലേക്ക് എത്തുന്ന ഒരു കാലഘട്ടം. അപ്പൊ നിങ്ങൾ ഒരു 30 കൊല്ലം മുമ്പ് നമ്മുടെ ശുദ്ധജലം മിനറൽ വാട്ടർ കുപ്പിയിൽ വാങ്ങേണ്ടി വരും എന്ന് ഒരാൾ പോലും പ്രതീക്ഷ ആളുകളിലുണ്ടാവില്ല. അന്നൊക്കെ ഗൾഫിൽ പോയ ചില ആളുകൾ പറയാറുണ്ട്, ഞങ്ങൾ കുളിക്കാൻ വെള്ളം ഇല്ലാതെ ഞങ്ങൾ മിനറൽ വാട്ടർ വാങ്ങി 20 ലിറ്ററിന്റെ ക്യാൻ വാങ്ങി, ഞങ്ങൾ 10 ലിറ്ററിന്റെ ക്യാൻ വാങ്ങി തലയിൽ ഒഴിച്ചു കുളിച്ചു എന്നൊക്കെ പലരും അന്ന് പറയുമായിരുന്നു. അതൊക്കെ വളരെ അവരോട് ഇഷ്ടക്കുറവോടുകൂടി വെള്ളം വിലയ്ക്ക് വാങ്ങി കുളിക്കേ അല്ലെങ്കിൽ നിങ്ങൾ സിലിണ്ടർ എന്താ പറയുക വാട്ടർ ബോട്ടിൽ വാങ്ങി കുളിക്കുക എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ തന്നെ ഇപ്പോൾ അതേ ആളുകൾ 30 കൊല്ലത്തിന് ഇപ്പുറം മിനറൽ വാട്ടർ വാങ്ങി കുടിക്കാത്ത ഒരാൾ പോലും ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല. നമ്മൾ വാങ്ങിയില്ലെങ്കിൽ വേറൊരാൾ വാങ്ങിയ വെള്ളമെങ്കിലും നമ്മൾ കുടിക്കാത്ത, മിനറൽ വാട്ടർ കുപ്പിയിലാക്കി കുടിക്കാത്ത ഒരാളും ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല. ഇത് പറഞ്ഞത് നാളെകളിൽ നമ്മൾ ശുദ്ധവായു കൈ പിടിച്ച് അല്ലെങ്കിൽ വെള്ളം കുപ്പിയിലാക്കി കുടിക്കേണ്ട അവസ്ഥ പോലെ തന്നെ ശുദ്ധവായു ശ്വസിക്കാനായി ഇൻ ഫ്യൂച്ചർ 100% ഉറപ്പാണ്. അത് കൈപിടിച്ച് നടക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. അതിനൊരു പ്രതിവിധിയാണ് ഇന്ന് നമ്മൾ കൊടുക്കുന്ന ഓരോ പ്ലാവിൻ തൈകളും. 2004 ഇത് ഇപ്പോ 2026 ഈ ആണ്ട് കടന്നു പോകുന്നതെങ്കിൽ 2045 ആണ്ടിൽ ഉള്ള പ്രകൃതി വിഭവങ്ങൾ നമ്മൾ ചൂഷണം ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എടുത്ത് ഉപയോഗിച്ചു കഴിഞ്ഞു. 2045 കൊല്ലത്ത് ഈ ഭൂമിയിൽ എന്തൊക്കെയുണ്ട് അത് മുഴുവൻ ഇപ്പോൾ തന്നെ ഉപയോഗിച്ചു കഴിഞ്ഞു. അപ്പൊ അതിന്റെ അപകടം നിങ്ങളൊന്ന് മനസ്സിലാക്കാം. 2026 ഇപ്പോ നടക്കുന്നത് ഉണ്ടെങ്കിൽ 2045 വരെയുള്ള പ്രകൃതി വിഭവങ്ങൾ എടുത്ത് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞു. അതിന് പകരം എന്നോണാണ് ഇപ്പോ നമ്മൾ ഈ എന്തെങ്കിലും നമ്മളെ കൊണ്ടാവാവുന്ന ഒരു തൈ നമ്മൾ പ്രകൃതിക്ക് വേണ്ടി തിരിച്ചു വയ്ക്കാൻ ഈ സാഹചര്യം ഒരുക്കിയത്. അത് പ്രത്യേകം നമ്മുടെ വായനശാലയ്ക്ക് പ്രത്യേകം അഭിനന്ദനം കൊടുക്കുന്ന സമയമാണ്, ഒരു തർക്കമില്ല. അപ്പൊ ഞാൻ പറയുമ്പോൾ എനിക്ക് തോന്നും ഇതൊക്കെ നമുക്കറിയാലോ എന്നൊക്കെ ആവാം. പക്ഷേ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കേണ്ടത്. ഇനി ഞാൻ ഭാഷ പറഞ്ഞ സ്വാമി കണ്ട സ്ഥലത്തേക്കൊന്ന് പോവാം, നിങ്ങളെന്ന് കൊണ്ടുപോകണം. വേലൂർ പഞ്ചായത്തിലെ കുറുമാൽ കുന്ന് എന്ന് പറയുന്ന സ്ഥലം 2002 ആ 5 ഏക്കർ കൃഷിഭൂമി ഞാൻ വാങ്ങുന്നത്. അന്ന് എൻ്റെ കൂടെ ആ ഭൂമി വാങ്ങിച്ചതിന് ശേഷം ആദ്യമായി ഈ നാട്ടിൽ നിന്ന് വന്നത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് നമ്മുടെ സുരേഷ് മാഷും അതേമാതിരി മേച്ചേരി സന്തോഷ് ആണ് അന്ന് എൻ്റെ കൂടെ വന്നിരുന്ന 2 സുഹൃത്തുക്കൾ. സ്ഥിരമായി എൻ്റെ കൂടെ വരും. ആ ഭൂമി വാങ്ങുമ്പോൾ വളരെ ചെരിവുള്ള ഒരു ഭൂമി. ആ ചെരിവുള്ള ഭൂമിയിലെ റബ്ബർ മരങ്ങൾ, ആ പ്രദേശം കണ്ടാൽ മൂക്ക് കീഴ്പ്പെട്ടുള്ള ഒരാള്, കൃഷിയുമായി അടുപ്പുള്ള ഒരാള് ജീവിതത്തിൽ കൃഷിക്ക് വേണ്ടി ആ ഭൂമി വാങ്ങിയില്ല. പക്ഷേ ഞാനത് വാങ്ങിക്കഴിഞ്ഞ് അതിലെ ഒരു ബോർവെല് കുഴിച്ചു. 420 അടി ആഴമുള്ള ഒരു ബോർവെല്ലാണ് അതിൽ കുഴിച്ചത്. ഒരു തുള്ളി വെള്ളം കിട്ടിയില്ല. കുറച്ചു മാറി അടുത്തൊരു സ്ഥാനക്കാരനെ കൊണ്ടുവന്ന് കണ്ടു. കുറച്ചു മാറി വേറെ ബോർവെല്ല് കുഴിച്ചു. എഗെയിൻ 420 അടി, അതിലും വെള്ളമില്ല. അതിന് 3 എണ്ണം കുഴിച്ചു, 4 എണ്ണം കുഴിച്ചു. ഈ 5 ഏക്കർ സ്ഥലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നല്ല എക്സ്പെർട്ടായി ഒരു കാലത്ത് അവരെ കുറ്റി അടിച്ചു കൊടുത്താൽ അവിടെ കിണർ കുഴിച്ചാൽ ബോർവെല്ല് കുഴിച്ച വെള്ളം സുലഭമായി കിട്ടിയിരുന്ന ആളുകൾ തന്നെയാണ് അവിടെ വന്ന് കുറ്റിയടിച്ചത്. അതിലൊന്നും വെള്ളം കിട്ടിയില്ല.
അങ്ങനെ 420 അടി വീതമുള്ള 4 ബോർവെല്ലും പരാജയപ്പെട്ടു. അപ്പോഴാണ് അടുത്ത ആളുകൾ, അടുത്ത പരിസരത്തുള്ള ആളുകൾ ഓരോരുത്തരായി വരാൻ ഇടവന്നു. അവർ വന്ന് പറഞ്ഞു, നിങ്ങൾ എന്തൊരു മണ്ടന, നിങ്ങൾക്ക് ഈ ഭൂമി തന്ന വ്യക്തി ഇതിലെ പല കിണറുകളും കുഴിച്ചു. ആ കിണറുകൾ ഇപ്പം കാണില്ല, ഒരു കിണർ മാത്രമേ ഉള്ളൂ, ബാക്കി കിണറുകളൊക്കെ അദ്ദേഹം തൂർത്തു. വെള്ളം ചെയ്യാത്തത് കൊണ്ടാണ് അദ്ദേഹം കിണറുകൾ കുഴിക്കൽ നിർത്തിയതും അത് നിങ്ങൾ തന്നതും എന്ന് എന്നോട് പറയണം. അപ്പോഴും നമ്മൾ പരാജയപ്പെടാൻ തയ്യാറില്ല. അപ്പോഴാണ് ഒന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെ ഈ കൃഷിഭൂമിയുടെ താഴെയുള്ള 35 വീട്ടുകാർക്ക് 1995 നെതർലൻഡ് ഗവൺമെന്റ് സാമ്പത്തിക സഹായം കൊടുത്ത് അവിടെ ഒരു ബോർവെല് കുഴിച്ചു കൊടുത്തു, കുറേ താഴെ. അവിടെ നിന്ന് സബ്മേഴ്സിബിൾ മോട്ടോർ വെച്ച് ഈ 35 വീട്ടുകാർക്കും വെള്ളം പമ്പ് ചെയ്ത് 35 വീട്ടുകാർക്കുള്ള ജലം ഓരോ വീട്ടിലേക്ക് സെപ്പറേറ്റ് വാൽവ് വെച്ച് വെള്ളം കുടിക്കാനും അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി കൊടുത്തിരുന്നു. അത്രമാത്രം ജലലഭ്യത കുറവുള്ള ഒരു പ്രദേശമായിരുന്നു കുർമാൽ കുന്നെന്നുള്ളതാണ് അപ്പം മനസ്സിലാക്കിയത്. പരാജയപ്പെടാൻ തയ്യാറായില്ല. അങ്ങനെ 2012 അവിടെയുള്ള 1995 നെതർലൻഡ് ഗവൺമെന്റ് കുഴിച്ചു കൊടുത്ത ബോർവെല് വറ്റിപ്പോയി. ആ വറ്റിപ്പോയ സ്ഥലത്താണ് 2012 ലാസ്റ്റ് വേനൽക്കാലത്തോടു കൂടി അവിടെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈ 5 ഏക്കർ ഭൂമിയും തട്ട് തിരിച്ച് മഴ പെയ്യുന്ന വെള്ളത്തെ മുഴുവൻ ഇവിടെ ശേഖരിക്കാൻ തുടങ്ങിയത്, ഭൂഗർഭജലാക്കി മാറ്റാൻ തുടങ്ങിയത്. മഴയുടെ കണക്ക് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ശരാശരി വന്നു വീഴുന്ന മഴവെള്ളത്തിന്റെ അളവ് എന്ന് പറയുന്നത് ഒരു സെന്റിൽ 1,20,000 ലിറ്ററാണ്. 1,20,000 ലിറ്റർ മഴയാണ് കേരളത്തിൽ ശരാശരി ഒരു സെന്റിൽ വന്ന് പതിക്കുക. ഈ 5 ഏക്കറുള്ള ഭൂമിയിൽ 6 കോടി ലിറ്റർ മഴവെള്ളമാണ് ശരാശരി വന്ന് പതിക്കുക. ആ 6 കോടി ലിറ്റർ മഴവെള്ളവും അവിടെ ഭൂഗർഭജലായി മാറി തുടങ്ങിയപ്പോൾ ആ 2013 മുതലുള്ള അവരുടെ ആ പ്രദേശത്തെ ഇന്ത്യൻ പ്രദേശത്തെ മഴ മുഴുവൻ നമ്മുടെ സ്ഥലത്ത് കിട്ടിയപ്പോൾ ആ വെള്ളം മുഴുവൻ ഉറവയാവുകയും അത് ഭൂമിയുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങുകയും ചെയ്തപ്പോൾ നേരത്തെ വറ്റിപ്പോയ ആ നെതർലൻഡുകാർ കുഴിച്ചു കൊടുത്ത ബോർവെല്ലിന്റെ ഗുണഭോക്താക്കളായ 35 വീട്ടുകാരും ആ പ്രദേശത്തെ 50ഓളം ഏക്കർ കൃഷിഭൂമിയുടെ ഉടമസ്ഥരും എൻ്റെ കൃഷിസ്ഥലത്ത് താഴ്ത്തപ്പെട്ടതായിട്ടുള്ള ആ ജലം മുഴുവൻ ഉറവയായി അവരുടെ ഓപ്പൺ കിണറുകളിൽ സമൃദ്ധിയായ 35 വീട്ടുകാർക്കും ജലം ലഭിച്ചതിന്റെ ഒറ്റ സന്തോഷമാണ് പിൽക്കാലത്ത് അവിടെ പറയപ്പെട്ടത്. 95 ബോർവെല്ല് കുഴിച്ച് ആ വെള്ളം സപ്ലൈ ചെയ്ത് കൊടുത്തതിനെ കുറിച്ച് 2000 ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് നമ്മുടെ മുൻ രാഷ്ട്രപതി KR നാരായണ അവറുകളും ഇന്ത്യയുടെ ഭരണഘടന എഴുതിയ ഡോക്ടർ BR അംബേദ്കർ അവറുകളും അമേരിക്കയുടെ മുൻ പ്രസിഡന്റായ ജോൺ എഫ് കെന്നഡി അടക്കം പഠിച്ച യൂണിവേഴ്സിറ്റിയാണ് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ്. അവര് 1784 വേഴ്സുള്ള പ്രബന്ധമായി 2000 ഓഗസ്റ്റിൽ ആ പ്രദേശത്തെ കുടിവെള്ള ക്ഷാമത്തെ കുറിച്ച് അവിടെ അവരുടെ ജേണലിൽ പ്രസിദ്ധീകരിച്ചതാണ്. 2004 NIRD ഹൈദരാബാദ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് അവരുടെ ജേണലിലും അത് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. NIRDയുടെ 2004 ഒക്ടോബർ ഡിസംബറിലൊക്കെ ജേണലിലാണ് ആ പ്രദേശത്തെ കുടിവെള്ള ക്ഷാമത്തെ കുറിച്ച് പറഞ്ഞത്. അങ്ങനെയാണ് 2012 ഈ തട്ട് തിരിച്ച് മഴവെള്ളത്തെ മുഴുവൻ ശേഖരിച്ചപ്പോൾ 13 മുതൽ ആ പ്രദേശത്തെ മുഴുവൻ ആളുകളുടെ കിണറ്റിലും വേണ്ടത്ര വെള്ളമുണ്ടായി എന്നുള്ള വലിയൊരു സന്ദേശം ആണ് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നത്. അതിനാണ് 2015 പ്രഥമ ജല കോൺഗ്രസ് അവാർഡ് ആ കൃഷിസ്ഥലത്തെ തേടി ഞാൻ വാങ്ങിക്കാൻ പോയി. തിരുവനന്തപുരം കനാൽക്കുന്ന് കൊട്ടാരത്തിലെ 12,000 പേര് പങ്കെടുത്ത് മലയാള മനോരമ, ഫെഡറൽ ബാങ്ക്, കേരള ഗവൺമെന്റും കൂടി സംയുക്തമായി നടത്തിയ പ്രഥമ ജല കോൺഗ്രസ് അവാർഡാണ് ചൂരക്കാട്ടുകരയിലേക്ക് 2015 കൊണ്ടുവരാൻ സാധിച്ചത്. അതിനുശേഷം കേരള ഗവൺമെന്റ് സോണി മിത്ര എന്ന് പറയുന്ന അവാർഡ് തരും. കേരള ഗവൺമെന്റ് 3.5 കോടി ജനങ്ങളിൽ ഒരാളെ തിരഞ്ഞെടുക്കും. മണ്ണ് ജല സംരക്ഷണം ചെയ്യുന്ന ആളുകളെ 3.5 കോടി ജനങ്ങളിൽ നിന്ന്
2018 തെരഞ്ഞെടുത്ത ഒരു കൃഷിക്കാരനായ ചൂരക്കാട്ടുകരക്കാരനാണ് നിങ്ങളുടെ മുന്നിലേക്ക് നിൽക്കുന്നത്. 2021 IIT മദ്രാസ്, അന്ന് നമ്മുടെ ലോകം മുഴുവൻ കുടിവെള്ള ക്ഷാമം അനുഭവപ്പെടുന്നു. ജലം സംരക്ഷിക്കണം, ജലമാണ് ഇനി ഒരു യുദ്ധത്തിലേക്ക് നയിക്കുക, ജലം കിട്ടാതെ യുദ്ധം ഉണ്ടാകും, ജലത്തിനു വേണ്ടിയാവും യുദ്ധമെന്ന് പല മുതിർന്ന സയന്റിസ്റ്റുകളും ശാസ്ത്രജ്ഞരും അറിവുള്ളവരൊക്കെ പറഞ്ഞപ്പോൾ IIT മദ്രാസ് അവര് ഇന്റർനാഷണൽ വാട്ടർ ഡേ മാർച്ച് 22-ാം തീയതിയാണ് 2021 മാർച്ച് 22-നാണ് IIT മദ്രാസ് ഇന്റർനാഷണൽ വാട്ടർ ഡേ സെമിനാർ സംഘടിപ്പിച്ചത്. അതിന്റെ ഉദ്ഘാടകനായി IIT മദ്രാസ് വിളിച്ചത് ഈ ചൂരക്കാട്ടിലുള്ള സാധാരണ വീട്ടിൽ ജനിച്ച സാധാരണ കൃഷിക്കാരനെ. അതേപോലെ തന്നെ 2022 ഐക്യരാഷ്ട്രസഭയുടെ ഇന്റർനാഷണൽ വാട്ടർ സസ്റ്റൈനബിലിറ്റി അവാർഡ് വാങ്ങിയ ആദ്യ ഭാരതീയനും ഈ ചൂരക്കാട്ടുകാരനാണ്. അപ്പോ ചൂരക്കാട്ടുകരയിൽ നിന്ന് പല മേഖലകളിൽ കഴിവ് തെളിയിച്ച ഒരുപാട് ആളുകളെ സംഭാവന ചെയ്ത ഒരു പ്രത്യേക നാടാണ് ചൂരക്കാട്ടുകര. ഒരു പക്ഷേ ചൂരക്കാട്ടുകരയിലുള്ള പൊയിൽ എന്ന് പറയുന്ന ഗ്രൗണ്ട് റെയിൽവേ വന്ന് മുറിഞ്ഞു പോയില്ലായിരുന്നെങ്കിൽ ഇന്ന് രഞ്ജി ട്രോഫിയും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്കും ഇന്ത്യൻ വോളിബോൾ ടീമിലേക്കൊക്കെ ചൂരക്കാട്ടുകരയിലെ ഒരുപാട് പ്രതിഭകൾ ഉണ്ടാകുമായിരുന്നു എന്നുള്ള ഒരു സത്യം നിങ്ങളെ അറിയിക്കാം. 30 കൊല്ലം മുമ്പ് 92-94 കാലത്ത് റെയിൽവേ വന്ന് മുറിഞ്ഞു പോയപ്പോ ഞാൻ നമ്മുടെ അന്നത്തെ 5-ാം വാർഡ് ഗ്രാമസഭയിൽ എൻ്റെ ചെറിയ കുട്ടിക്കാലത്ത് ഒരു ആശയം പറഞ്ഞു. ഈ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിന്റെ പുറകുവശത്ത് കുറെ പാടമായിട്ട് അത്ര വലിയ ഫീൽഡ് കിട്ടാത്ത സ്ഥലമുണ്ട്. അവിടെ കൈപ്പറമ്പ് ജയത്തിലെ ലെനിന്റെ ആ പ്രദേശത്ത് അന്ന് കാലത്ത് കുറച്ച് നെൽകൃഷി ഉപയോഗമില്ലാത്ത നെൽകൃഷി നികത്തി അവിടെ ഗ്രൗണ്ട് ഉണ്ടാക്കി. അതേപോലെ നമ്മുടെ അയ്യപ്പൻകാവ് അമ്പലത്തിന്റെ പുറകുവശത്ത് ഒരു 5 ഏക്കർ സ്ഥലം നമുക്ക് നാട്ടുകാരെ പിരിവെടുത്തും പഞ്ചായത്തിന്റെ സഹായം സ്പോർട്സ് കൗൺസിലിന്റെ സഹായത്തോടു കൂടി ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കണം എന്ന് അന്നത്തെ ഗ്രാമസഭയിൽ പറഞ്ഞപ്പോ അതെന്റെ വാക്ക് പ്രായപൂർവ്വമായിട്ടാണോ ഇനി എന്താന്ന് മനസ്സിലായില്ല, അത് നിഷ്കരണം തട്ടി മാറ്റിപ്പോയി. അന്ന് ആ ഗ്രൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ചൂരക്കാട്ടുകരയിൽ ഇന്ത്യൻ ടീമിൽ ക്രിക്കറ്റോ ഫുട്ബോളോ വോളിബോളോ മിനിമം കേരള ടീമിലെങ്കിലും കളിക്കുന്ന ഒരുപാട് പ്രതിഭകൾ ഇവിടെ ഉണ്ടായിരുന്നു. എനിക്ക് പകരക്കാരായി അല്ലെങ്കിൽ എൻ്റെ സമാന ചിന്താഗതിയായി നമുക്ക് വായനശാലയ്ക്ക് അവരെയും കൂടി വിളിച്ച് ആദരിക്കേണ്ടതായിരുന്നു എന്നുള്ള ഒരു സങ്കടം ഈ സമയത്ത് നിങ്ങളുമായി ഷെയർ ചെയ്യാം. അത് പറയാതിരിക്കാൻ പറ്റിയ അത്രയ്ക്കധികം പ്രതിഭകളുള്ള സ്പോർട്സ് പ്രതിഭകളുള്ള ഒരു നാടാണ്. കലാപരമായിട്ടും നാടകമേള ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്ന ഒരു പ്രദേശം. അപ്പോ ഈ ഫ്യൂച്ചറിലെ നമുക്ക് പച്ചപ്പിലേക്ക് നിർബന്ധമായിട്ട് കിടക്കണം. ഒപ്പം തന്നെ സ്പോർട്സ് ആവാം, കലാപരമായിട്ടുള്ള കാര്യമാവാം, അതിനൊക്കെ വായനശാലയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ കാലത്തേക്ക് വരുന്ന കാലാവസ്ഥയെ പിടിച്ചു കെട്ടാൻ, ആ കാലാവസ്ഥയുടെ അതിഭയങ്കരമായ വ്യതിയാനങ്ങളെ നമുക്ക് ഒന്ന് സംരക്ഷിക്കാൻ നമ്മളെ കൊണ്ടാവാവുന്ന ഒരു ചെറിയ കൈത്താങ്ങ് ഇവിടെ നിന്ന് ആരംഭിക്കാം. ഒരു ഗ്രാമം മുഴുവൻ പച്ചപ്പിലേക്ക് പോകുന്ന, ആ ഗ്രാമത്തിലെ ആളുകൾ മുഴുവൻ പച്ചപ്പിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു ദിവസമായി ഇന്ന് മാറുകയാണ്. ഒരു ഗ്രാമം മുഴുവൻ പച്ചപ്പിലേക്ക്, പ്രകൃതി സംരക്ഷണത്തിലേക്ക്. അപ്പൊ അങ്ങനെയുള്ള ചില സന്ദേശങ്ങളാണ് നമുക്ക് ഇനി മുന്നോട്ട് പോകേണ്ടത്. ഇപ്പോ ഈ എൽ നിനോ പ്രതിഭാസമുണ്ട്, കാലത്തിന്റെ കാലാവസ്ഥ. പസഫിക് ഓഷ്യൻ ചൂട് പിടിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നാം, നിങ്ങൾക്ക് തോന്നാം, പസഫിക് ഓഷ്യനല്ലേ ചൂട് പിടിച്ചോട്ടെ. പസഫിക് ഓഷ്യൻ ചൂട് പിടിക്കുമ്പോൾ ഒപ്പം തന്നെ ചൂട് വരുമ്പോൾ മഞ്ഞുരുകും. ഈ മഞ്ഞുരുകിയാൽ, ഈ മഞ്ഞുള്ള ഭാഗത്ത് മുഴുവൻ മഞ്ഞുരുകിയാൽ ഈ മഞ്ഞുവെള്ളമായി ഒലിച്ച് ഈ സമുദ്രങ്ങളിൽ ചെല്ലുമ്പോൾ സമുദ്രം ഉയരും. സമുദ്രം ഉയർന്ന ആ പ്രദേശ ഏരിയ മുഴുവൻ മുങ്ങിപ്പോകും. ഇന്ന് നമ്മുടെ കുട്ടനാട് എന്ന് പറയുന്ന ഈ പ്രദേശം സമുദ്രനിരപ്പിൽ നിന്ന് 1 മീറ്റർ മുതൽ 3 മീറ്റർ വരെ താഴെയാണ്. നമ്മുടെ അടാട്ടുകൾ 1 മീറ്റർ സമുദ്രനിരപ്പിൽ നിന്ന് 1 മീറ്റർ താഴെയാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രദേശമൊക്കെ വെള്ളത്തിന്റെ അടിയിലാണ്.
അപ്പോൾ അരിയില്ലാത്ത, ഭക്ഷണമില്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കും. അപ്പൊ അത്രമാത്രം ഒരു ഭയാനകമായ കാലാവസ്ഥ വ്യതിയാനത്തിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതൊന്ന് തിരിച്ചു പിടിക്കാൻ ഒരു വലിയൊരു സന്ദേശം നമുക്ക് നൽകണം. എൻ്റെ ഒരു ആപ്തവാക്യമുണ്ട്. 1ാം ക്ലാസ് മുതൽ കൃഷി നിർബന്ധിത പാഠ്യവിഷയമാണ്. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഒരു സബ്ജക്റ്റ് കൃഷി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ്, സയൻസ്, മാത്സ്, ഇംഗ്ലീഷ് ഒക്കെ പഠിപ്പിക്കുന്ന പോലെ കൃഷി തിയറിയായിട്ടും പ്രാക്ടിക്കലായിട്ടും 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കും. LKG, UKG, നഴ്സറി ക്ലാസ്സിലെ കുട്ടികൾക്ക് അത് കാണാൻ, കൃഷിയെക്കുറിച്ച് കാണാനും അതിനെക്കുറിച്ച് അവരെ പഠിപ്പിക്കാം. +1, +2 കൃഷി നമുക്ക് പഠിപ്പിക്കാം. പിന്നെ അവരെ ഡോക്ടറാവട്ടെ, എഞ്ചിനീയർ ആവട്ടെ, ബിസിനസ് ആവട്ടെ, വക്കീലാവട്ടെ, ഏത് മേഖലയ്ക്ക് വേണേ പോട്ടെ. പക്ഷെ കൃഷി നിർബന്ധമായി നമുക്ക് വിഷമില്ലാത്ത ഭക്ഷണം കഴിക്കാൻ കൃഷിയിലൂടെ മാത്രമേ സാധിക്കൂ. 800 ചില്ലാനം കോടി ജനങ്ങളുള്ള ലോകത്ത് ഏതെങ്കിലും ഒരു വ്യക്തി ഒരു വിത്ത് കുഴിച്ചിട്ട് അതിൽ നിന്ന് ഒരു ഭക്ഷ്യ ഉൽപ്പന്നം അല്ലെങ്കിൽ ഒരു ഫ്രൂട്ടോ പഴമോ ധാന്യമോ ഉണ്ടായി അതാണ് നമ്മൾ കഴിക്കുന്നത്, ഇന്നും കഴിച്ചത് ഇനിയും കഴിക്കാൻ പോകേണ്ടത് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരികയാണെങ്കിൽ നാളെയെങ്കിലും കർഷകർക്ക് വേണ്ടത്തൊരു പ്രാധാന്യം വരും. ഈ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ കൃഷി പാഠ്യവിഷയം പഠിക്കുന്ന സബ്ജക്റ്റിന്റെ സിലബസിൽ പഠിക്കുന്ന കുട്ടികൾ അവർ വലുതായി വരുമ്പോൾ കർഷകരോടും കൃഷിക്കാരോടും പ്രത്യേക ഒരു താല്പര്യം കാണിക്കും എന്നുള്ള ഒരു അവബോധം മനസ്സിൽ വളർത്താനാണ് കൃഷി പാഠ്യവിഷയമാക്കി മാറ്റേണ്ടത്. സ്വാമി ഉൾപ്പെടെ വളരെ പ്രഗത്ഭരായ എഴുത്തുകാരായ ബാലകൃഷ്ണനൊക്കെ ഉൾപ്പെടെ ഉള്ള ആളുകൾ, ഒരുപാട് കഴിവുള്ള ആളുകൾ ഇവിടെയുണ്ട്. അപ്പൊ കൃഷി 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ കൃഷി ഒരു പാഠ്യവിഷയമാക്കി മാറ്റാൻ ഒരു പ്രോത്സാഹനം നമ്മുടെ ചൂരക്കാട്ടുകരയിൽ നമുക്ക് തുടങ്ങും. അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ ആ പറച്ചിൽ ആരുടെയൊക്കെ ചെവിട്ടിൽ എത്തുകയും അത് ഒരു സിലബസിന്റെ ഭാഗമായി വന്നാൽ നാളെകളിൽ ലോകം ഇത് അംഗീകരിക്കേണ്ട ഒരു അവസ്ഥ വരും. അതിൽ ഒരു സംശയമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദേശവും ഈ സമയത്ത് നിങ്ങളുമായി ഷെയർ ചെയ്യാണ്. കൂട്ടത്തിൽ എൻ്റെ ഈ കൃഷിരീതി IIT റൂർക്കിയിൽ, IIT മദ്രാസ്, IIT മുംബൈ, ഇന്ത്യയിലുള്ള എല്ലാ IITകളിലും വാട്ടർ മാനേജ്മെൻറ്റ് എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്ന മുഴുവൻ IITകളിലും അവരുടെ സിലബസിൻ്റെ ഒരു ഭാഗമായി, ഒരു ലെസനായി, അതേപോലെ തന്നെ ഒരു നമ്മുടെ UK ചില യൂണിവേഴ്സിറ്റികൾ പാഠ്യവിഷയമാക്കി, അമേരിക്കയിൽ ചില യൂണിവേഴ്സിറ്റികൾ പാഠ്യവിഷയമാക്കി, ആ പാഠ്യവിഷയമാക്കി മാറ്റിയ ഒരു കൃഷിക്കാരനും ഈ ചൂരക്കാട്ടുകരക്കാരനാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ ശ്രവിച്ച എൻ്റെ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും, എന്നെ വിളിച്ച വായനശാലയുടെ മുഴുവൻ ഭാരവാഹികൾക്കും, എൻ്റെ വാക്കുകൾ കേൾക്കാൻ ഇത്ര തിരക്കുണ്ടായിട്ട് ഇത്രമാത്രം സമയം കാത്തിരുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് എന്ന് ഞാൻ പറയും. കാരണം കുറേ കൊല്ലമായിട്ട് അടുപ്പുള്ളതാണ് സ്വാമിയെ. സദ്ഭാവനാനന്ദ സ്വാമി പുറനാട്ടുകര ശ്രീരാമകൃഷ്ണാശ്രമം സ്വാമി മഠാധിപതി സ്വാമിയെയും പ്രത്യേകം ഓർത്തുകൊണ്ടും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടും ഒരാൾ പോലും ഒരു ഇല പോലും ഇണങ്ങാത്ത രൂപത്തിൽ ഇരുന്നത് കേട്ടു എന്നുള്ള സന്തോഷം നിങ്ങളെ പങ്കുവെച്ചുകൊണ്ട് നിങ്ങൾക്ക് തരുന്ന ഓരോ പ്ലാവുന്തയും എങ്ങനെ വെക്കണം എന്നുള്ളത് ഒന്നും കൂടി പറയാം. ഇത് സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വയ്ക്കാം. 2 അടി വട്ടമുള്ള 2 അടി താഴ്ചയുള്ള ഒരു കുഴി, പിന്നെ അല്പം കുറഞ്ഞാലും കുഴപ്പമില്ല, ആ മണ്ണ് പുറത്തേക്ക് ഇടണം. ആ മണ്ണിൽ ഒരു ചട്ടി സിമെൻറ്റ് ചട്ടി ചാണകപ്പൊടി, ഒരു സിമെൻറ്റ് ചട്ടി ആട്ടിൻ കാഷ്ടം, കപ്പലണ്ടി മണ്ണാക്ക് 1 കിലോ, വേപ്പ് മണ്ണാക്ക് 1 കിലോ, 1 കിലോ എല്ലിപ്പൊടി, സ്യൂഡോമോണസ് കിട്ടുകയാണെങ്കിൽ ഒരു 50 ഗ്രാം സ്യൂഡോമോണസും കൂടി ആ മണ്ണിൽ മിക്സ് ചെയ്യാം. തിരിച്ച് കുഴി ഫുള്ളായിട്ട് മൂടാം. മുഴുവനായിട്ട് മൂടി ഭൂമി ലെവലിനാക്കി തിരിച്ച് കുഴി മൂടി ഭൂമി ലെവലിനാക്കി കുഴി പാടിൽ വെക്കുന്ന സമയത്ത് ഈ കവറ് നിങ്ങൾ ബലം പിടിച്ച് പൊളിക്കരുത്, മണ്ണുടയരുത്. കവറ് പതുക്കെ ബ്ലേഡ് കൊണ്ടോ മൂർച്ചയുള്ള കത്തി കൊണ്ടോ പൊളിച്ച് അതിൻ്റെ ബെഡ് ചെയ്തൊരു പോയിൻ്റ് ഭൂമി ലെവലിന് മുകളിലേക്ക് പൊന്തി നിൽക്കാവുന്ന അവസ്ഥയിൽ അത് വെക്കുക. അത് വെച്ച് കഴിഞ്ഞാൽ അത് പതുക്കെ വളർന്നോളും. അതിനൊപ്പം തന്നെ ഒരു ലീഫ്ലെറ്റ് തരും. ആ ലീഫ്ലെറ്റിൽ അതിൻ്റെ കൃത്യമായ അതെങ്ങനെ വെക്കണം, പരിപാലിക്കണം, ഇനി എങ്ങനെ ഫ്യൂച്ചറിൽ കൃഷി ചെയ്യണം അല്ലെങ്കിൽ അത് നോക്കണം എന്നുള്ള പൂർണ്ണ രൂപയിൽ എഴുതിയിട്ടുണ്ട്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതിലെൻ്റെ നമ്പറുണ്ട്, നിങ്ങൾക്ക് വിളിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു. അപ്പോൾ ഇത്രയും നല്ല സദസ്സ് തന്ന വായനശാലയ്ക്കും കേട്ട നിങ്ങൾക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു.
ആഗോളതാപനത്തിന്